ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. മുതലേ പോലുള്ള വലിയ വെള്ളത്തിലെ ഇരപിടത്തക്കാരെ പോലും ഓടിക്കാനും അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവന് പോലും ആപത്ത് നേടുന്ന ഒരു മത്സ്യം, അതേ ഇലക്ട്രിക് ഈൽ. ആമസോൺ നദികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഇലക്ട്രിക് ഈൽ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു അത്ഭുത ജീവിയെക്കുറിച്ചാണ്. ഇലക്ട്രിക് ഈൽ, അതായത് വൈദ്യുത സ്രാവ്. എങ്ങനെയാണ് ഈ ഒരു മത്സ്യം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, വരൂ നമുക്കറിയാം. ഇലക്ട്രിക് ഈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊരു സാധാരണ മത്സ്യമല്ല എന്ന്. ശരിയാണ്, ഇവയ്ക്ക് ശരീരത്തിൽ തന്നെ വൈദ്യുതി ഉണ്ടാകാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ എങ്ങനെ? ഇതിനു പിന്നിൽ ഒരു പ്രത്യേകതര കോശങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ഇലക്ട്രോസൈറ്റുകൾ എന്ന് പറയുന്നു. ഈ ഒരു ഇലക്ട്രോസൈറ്റുകൾ ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിൽ ഏകദേശം 80% നിറഞ്ഞിരിക്കുന്നു. ഓരോ കോശവും ചെറിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ആയിരക്കണക്കിന് ഇലക്ട്രോസൈറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതൊരു വലിയ വൈദ്യുത ഷോക്കായി മാറുന്നു. ഏകദേശം 600 വോൾട്ട് വരെ. അതായത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു റൂമിന് മൊത്തം ഇലക്ട്രിസിറ്റി നൽകാൻ ശേഷിയുള്ള അത്രയും കറണ്ട്. ഈ ഒരു വൈദ്യുതി എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോസൈറ്റുകൾക്കുള്ളിൽ സോഡിയം, പൊട്ടാസ്യം എന്നീ അയോണുകൾ ചലിക്കുമ്പോൾ ഒരു ചെറിയ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഇവ ഒരുമിച്ച് ശരീരത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ ആ ഒരു ഷോക്ക് ഇരയെ തളർത്തുവാനോ അല്ലെങ്കിൽ ശത്രുക്കളെ അകറ്റുവാനോ സാധിക്കും. ഇലക്ട്രിക് ഈൽ ഈ ഒരു വൈദ്യുതി ഉപയോഗിക്കുന്നത് 2 ആവശ്യങ്ങൾക്കാണ്. ഒന്ന്, ഇരപിടിക്കാൻ. ചില മത്സ്യങ്ങളെയോ ജീവികളെയോ ഷോക്ക് ഉപയോഗിച്ച് തളർത്തും, അതിനുശേഷം അതിനെ ഭക്ഷിക്കും. 2, സംരക്ഷിക്കാൻ. ആക്രമണം വന്നാൽ ശത്രുവിനെ ഷോക്കടിച്ച് ഓടിപ്പിക്കും. ചിലപ്പോൾ വെള്ളത്തിന് പുറത്തേക്ക് പോലും ഈ ഒരു ഷോക്ക് അയക്കുവാൻ ഇവയ്ക്ക് സഹായിക്കും. ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഈ ഒരു വൈദ്യുത ജനറേറ്റർ എങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലായല്ലോ. ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.